കണ്ണൂരിൽ തേങ്ങ പൊട്ടിത്തെറിച്ച് വൃദ്ധൻ മരിച്ചു. ആന്റണിയുടെ കാലത്ത് നട്ട തെങ്ങിന് സമീപമാണ് സംഭവം. അമ്പലങ്ങളിൽ തേങ്ങയുടയ്ക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. തേങ്ങ ഉടയ്ക്കടാ ഭഗവാനെ, പൊലിപ്പിക്കണേ. നാടൻ ബോംബിന്റെ ഇടിനാദം മുഴങ്ങുമി നാട്ടിൻ പുറമൊരു വികൃതി. കുലംകുത്തിത്തറവാട്ടിൽ നികൃഷ്ട ജീവികൾ വാഴും പരനാറിത്തരമുള്ള പ്രകൃതി. നാടൻ ബോംബിന്റെ ഇടിനാദം മുഴങ്ങുമി നാട്ടിൻ പുറമൊരു വികൃതി. ശ്രീ പത്മനാഭ, വന്ന് ഉണ്ടംപൊരി ഏത് നാടൻ ബാമ്പ് ഏത് എന്നറിയാൻ വയ്യാത്ത കാലമായി. കലികാലം എന്നല്ലാതെ എന്തൊരു പറയാൻ. തേങ്ങ പൊട്ടി ആളുകൾ ചത്തു തുടങ്ങി. പാവം ടി വിയിൽ ഒരു കൊച്ചിൻ്റെ കരച്ചിൽ കേട്ട കണ്ണ് പൊടിഞ്ഞു പോണ്. സത്യം പറഞ്ഞ എങ്ങനെ ജീവിക്കുന്നതോ എന്തോ അവിടെയൊക്കെ. സർ എനിക്ക് കൂപ്പ് കൈയോടെ പറയാനുള്ളത് പറഞ്ഞാൽ ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങളാണ്. ഞങ്ങളുടെ ജീവിതം വെച്ച് നിങ്ങൾ കളിക്കരുത്. കാരണം ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, സ്വൈര്യമായിട്ട് സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ സാധാരണ ജനങ്ങളാണ്. ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങളാണ്. നിങ്ങൾ ഓരോ ആൾക്കാരും വോട്ടിന് വേണ്ടി ഞങ്ങളടുത്ത് വരുന്നില്ലേ? അപ്പോൾ ഞങ്ങളുടെ ജീവന് നിങ്ങൾക്ക് ഒരു വിലയില്ലേ? ഈ ഒരാൾ പൊട്ടി മരിച്ചപ്പോൾ ഞങ്ങളല്ല എന്ന് പറയുന്ന ആൾക്കാർ, ശരി അവിടെ എവിടെയെങ്കിലും ബോംബ് ഉണ്ടെങ്കിൽ അത് നമ്മളെടുത്ത് മാറ്റാം എന്ന് ഇവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? പുല്ല് പറിക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ കളിക്കുമ്പോൾ ക്രിക്കറ്റ് ബോൾ വീണിട്ട് അവർ പോയി എടുക്കും. അങ്ങനെ ഇവർ അലക്ഷ്യമായിട്ട് വെക്കണ ബോംബ് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരുടെ ജീവൻ വെച്ച് കളിക്കരുത്. ഇതൊരു പ്രാർത്ഥനയാണ്. പാവങ്ങളാണ് സർ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനും ഒന്നിനും സമയമില്ല. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക. അത്ര ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ദയനീയ അവസ്ഥയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ആരെടുത്ത് പ്രാർത്ഥിക്കാൻ, ആരെടുത്ത് പറയാൻ? ബോംബ് സ്ഫോടനത്തിൻ്റെ അകത്ത് ചെറുപ്പക്കാരെ കൊല്ലാത്ത CPM-ന്റെ അപൂർവ കൊലകളിൽ ഒന്നാണിത്. ചെറുപ്പക്കാർ പോവാത്തതിലാണ് സുധാകരൻ്റെ വിഷമം. നമ്മളടുത്ത് പറയാനും തരണേ. നേരെ വിജയൻ്റെ അടുത്ത് ചോദിച്ചൂടെ? പിണറായി വിജയൻ്റെ അടുത്ത് ആണത്തുണ്ടോ പിണറായി വിജയന് പറയാൻ? അവൻ വെട്ടിക്കൊന്ന ആളെത്രയാ? അവൻ വെടിവെച്ച് കൊന്ന ആളെത്രയാ? അവൻ ബോംബെറിഞ്ഞ് കൊന്ന ആളെത്രയാ? പറയണോ ആളുകളെ പേര് ഇനിയും? നിങ്ങൾ ഏസി മുറിയിലിരുന്നും ചാനലുകാരുടെ മുമ്പ് ഇരുന്നും ഇങ്ങനെ ചുമ്മാ ബളുബളാന്ന് പറഞ്ഞാൽ പോരാ. വിജയൻ്റെ മുഖത്ത് നോക്കി ചോദിക്കണം. അതിനുള്ള ധൈര്യമില്ലേ? അതിനാ പറയുന്ന അത്ര വിവരം കെട്ടവനാണ് മുഖ്യമന്ത്രി. അയ്യോ, എനിക്കത് അറിഞ്ഞൂടായിരുന്നു. ഇപ്പം സുധാകരൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയൊക്കെ വിവരം ഇല്ല അല്ലേ? ഇതാരെ ലക്ഷ്യം വെച്ചാണ് ഈ ബോംബുകൾ നിർമ്മിക്കുന്നത്? ആരൊക്കെ നേരെ എറിയാനാണ്? അതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ ബാമ്പിൻ്റെ അടുത്ത് എന്നാ ചോദിക്കണം. അതുകൊണ്ടാണ് സാർ ഷാഫി പറമ്പിൽ പറഞ്ഞത്. എന്താ പറഞ്ഞത്? AK ബാലൻ വേവലാതിപ്പെട്ടു, ഈ ചിഹ്നം നഷ്ടപ്പെട്ടാൽ ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ചിഹ്നമാകേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഷാഫി പറഞ്ഞത്, അങ്ങനെ പോയാൽ ചിഹ്നം പോയാൽ ബോംബ് ചിഹ്നമാക്കാം. പറയാനും എളുപ്പമുണ്ട്. അരിബാൽ ചുറ്റിക നക്ഷത്രം എന്ന് കറങ്ങി തിരിഞ്ഞ് പറയണ്ട. നമ്മുടെ പൊന്നോമന സ്ഥാനാർത്ഥിക്ക് ബാമ്പ് അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. ഏത് വാ